ഏതാണ് റൗണ്ട് ഇന്ന്? ഡെഡിക്കേഷന് ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. പറയൂ, എന്താണ് നിങ്ങൾ ഡെഡിക്കേറ്റ് ആർക്ക് ചെയ്യാൻ പോകുന്നു? എന്തിനെ കുറിച്ചാണ്? അതൊരു സസ്പെൻസ് ആയിരിക്കുന്നല്ലേ നല്ലത്. ഓക്കെ, സസ്പെൻസ് പൊളിക്കണ്ട. ശരി, ഓക്കെ. മഹേശ്വര മാലിനീ ജലം. അല്ലയോ ശ്രീ പരമേശ്വര, അങ്ങയുടെ തിരിച്ചടയ്ക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സ്ത്രീരത്നം ആരാണ്? ഏയ് ശുംഭ, മിഴാവ് കൊണ്ടാണെന്ന് ഭാവേന ഗർഭോടെ ഇരുന്നങ്ങോട്ട് ഉറക്കം തൂങ്ങയാണോ? സരസ്വതി വിളയാടുന്ന പരിപാവനമായി കൂത്തമ്പലത്തിൽ വന്നിരുന്ന് പണ്ഡിത ശ്രേഷ്ഠ സദസ്സിനെ അവഹേളിക്കും വിധം ഉറക്കം തൂങ്ങി തന്നെയൊക്കെ മുക്കാലിക്കെട്ട് തല്ലിയാ വേണ്ടത്. ഇറങ്ങി പൊയ്ക്കൊള്ളുക, ആശ്രയകരം. മുറിവേറ്റ കലാകാരന്റെ മനസ്സിൽ നിന്നുണ്ടായ മഹത്തായ കലയാണ് തുള്ളൽ. ആ മഹാനായ കലാകാരൻ കുഞ്ചൻ നമ്പ്യാർ. ഏറെ നാളുകളായി തന്റെ മനസ്സിൽ ഊറിക്കൂടിയ ആ മഹത്തായ സൃഷ്ടി സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയിൽ മലയാളത്തിന്റെ വിപ്ലവകവി തന്റെ ആദ്യ കൃതിയിലൂടെ ജന്മം നൽകി. കല്യാണ സൗഗന്ധികം എന്ന ശീതങ്കൻ തുള്ളൽ. പിന്നീട് പറയൻ, ഓട്ടം തുടങ്ങിയ കലാരൂപങ്ങൾക്കും അദ്ദേഹം ജന്മം നൽകി. എങ്കിലും ഏറെ ശ്രദ്ധ നേടിയത് ഓട്ടംതുള്ളലായിരുന്നു. തുടർന്ന് അദ്ദേഹത്തിന്റെ വരികൾ ആപാലവൃദ്ധ ജനങ്ങളും ആവേശത്തോടെ ആടാനും പാടാനും തുടങ്ങി. കൊല്ലവർഷം 880, ക്രിസ്തുവർഷം 1705 കിള്ളിക്കുരിശുമംഗലം കലക്കത്ത് ഭവനത്തിലെ നങ്ങ്യാരമ്മയുടെ പുത്രനായി രാമൻ എന്ന കുഞ്ചൻ നമ്പ്യാർ പൂജാതനായി. ബാല്യം കഴിഞ്ഞതോടെ കുഞ്ചൻ കിടങ്ങൂർ പ്രദേശത്തേക്ക് യാത്രയായി. തുടർന്ന് കവിയും കലാകാരനും സംസ്കൃത പണ്ഡിതനുമായ അമ്പലപ്പുഴ രാജാവിന്റെ മന്ത്രിയായിരുന്ന ഭട്ടതിരിയുടെ ആശ്രിതനാവുകയും അതിലൂടെ ചെമ്പകശ്ശേരി രാജസദസ്സിലെ കവിവര്യന്മാരുടെ കൂട്ടത്തിൽ ശ്രദ്ധേയനാവുകയും ചെയ്തു. AD 1746
മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ചെമ്പകശ്ശേരി ആക്രമിച്ചു കീഴടക്കി. യുദ്ധം കഴിഞ്ഞപ്പോൾ ചെമ്പകശ്ശേരി രാജാവിന്റെ ആശ്രിതരായിരുന്ന കലാകാരന്മാർക്ക് മാർത്താണ്ഡവർമ്മ അഭയം നൽകി. അങ്ങനെ കുഞ്ചൻ നമ്പ്യാർ തിരുവനന്തപുരത്തെത്തി. ഒരിക്കൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് സ്ഥാപിച്ച ഭദ്രദീപ പ്രതിഷ്ഠയെ സംബന്ധിച്ച കവിതകൾ കിട്ടുവാൻ അദ്ദേഹം ആസ്ഥാന പണ്ഡിതന്മാർക്ക് നിർദ്ദേശം നൽകി. ഹേ പണ്ഡിത ശ്രേഷ്ഠരെ, നാം പുതുതായി നിർമ്മിച്ച ഭദ്രദീപ പ്രതിഷ്ഠയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഹേ മന്നവേന്ദ്ര, മനം കുളിർക്കും ഈ സ്തംഭം മാനവൻ ഉള്ളിടത്തോളം മഞ്ഞിതിൽ വിളങ്ങും. ഭേഷ് ശ്രേഷ്ഠം മഹത്തരം ദീപ്തം ഈ സ്തംഭം പത്മനാഭദാസൻ തൻ ഉള്ളം പോൽ. എന്താണ് നമ്പ്യാരുടെ അഭിപ്രായം? ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം. ഇത്യർത്ഥ ഏഷാം ശ്ലോകാനമല്ലാതൊന്നും ന വിദ്യതേ. ഭേഷ്, നമ്പ്യാർ കേമൻ തന്നെ. രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും പരിചിത